ഹലോ, 9th സ്റ്റാൻഡേർഡിൻ്റെ ബയോളജി എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ മോഡലും അതുപോലെ തന്നെ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളതും ഡിസ്കസ് ചെയ്യുന്നൊരു വീഡിയോ ആണിത്. ഇതിൻ്റെ ഒരു പാർട്ട് 1 ഉണ്ട്. അതിൽ നമ്മൾ കുറച്ച് ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളിത് കാണാത്തവർ പോയിട്ട് അത് കാണുക. ഓക്കെ, അപ്പം നമ്മൾ അസ്ഥികൂടം ആയിരുന്നു ലാസ്റ്റ് പറഞ്ഞിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്ന ടോപ്പിക്ക്. അപ്പം നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. അപ്പം നിങ്ങൾ ഇത് നന്നായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. അക്ഷാസ്ഥികൂടം എന്താണെന്നും അനുബന്ധ അസ്ഥികൂടം എന്താണെന്നും അതിൻ്റെ എക്സാമ്പിൾസും നിങ്ങൾ പഠിക്കണം. ഓക്കെ ആണല്ലോ. അപ്പം ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇവിടുത്തെ 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ തന്നിരിക്കുന്നവയിൽ ഒറ്റപ്പെട്ടത് ഏത്? ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, എന്നാലും ഒന്ന് പറയാണ്. അപ്പോൾ മറ്റുള്ളവരുടെ പൊതു സവിശേഷതകൾ എന്ത്? അപ്പോൾ ഇവിടെ നമുക്ക് ഒറ്റപ്പെട്ടത് തോൾവലയാണ്, മറ്റുള്ളതെല്ലാം അക്ഷാസ്ഥികൂടാണ് അല്ലേ. അപ്പോൾ തോൾവലയാണ് ഇതിൽ ഒറ്റപ്പെട്ടത്. ഓക്കെ ആണല്ലോ. ഓക്കെ, 18ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം കേട്ടോ. അവിടെ അസ്ഥിസന്ധികൾ തന്നിട്ടുണ്ട്. നമുക്കറിയാം ഗോളരസന്ധി ഉണ്ട്, പിന്നെ വിജാഗിരി സന്ധി, പിന്നെ ലാസ്റ്റ് വൺ കീലസന്ധി. ഓക്കെ, ഇവിടെ വിജാഗിരി സന്ധി വരും, ഇവിടെ കീലസന്ധി വരും. ഓക്കെ ആണല്ലോ. അടുത്തത് ഗോളരസന്ധിയിലാണെന്നുണ്ടെങ്കിൽ എല്ലാ തരത്തിലുള്ള ചലനാണ് അല്ലേ. യെസ്, എല്ലാ തരത്തിലുള്ള ചലനാണ് ഗോളരസന്ധി. ഓക്കെ, അതിൻ്റെ ബി എന്താണ് വരിക? തോൾവലയം, ഭുജാസ്ഥി എന്നിവ ചേരുന്ന സന്ധിയാണ്. അതുപോലെ തന്നെ ഇടുപ്പെല്ല്, തുടയെല്ല് എന്നിവ ചേരുന്ന സന്ധിയാണ്. ഓക്കെ ആണല്ലോ. ഇനി സി നോക്കുക. വിജാഗിരി സന്ധിയിൽ എന്താ വരുന്നത്? അത് തോൾവലയല്ല, കൈമുട്ടും കാൽമുട്ടും അല്ലേ. യെസ്, ഇവിടെ കൈമുട്ട് വരും, കൈമുട്ടും കാൽമുട്ടും ഇവിടെ വരും അല്ലേ. ഓക്കെ ആണല്ലോ. ഇവിടെ വിജാഗിരി സന്ധി, ഇവിടെ കീലസന്ധി. യെസ്, ഇവിടെ എല്ലാ തരത്തിലുള്ള ചലനാണല്ലേ, എല്ലാ തരത്തിലുള്ള ചലനം വരും. പിന്നെ തോൾവലയം, ഭുജാസ്ഥി എന്നിവ ചേരുന്ന സന്ധിയാണ്. അതുപോലെ തന്നെ ഇടുപ്പെല്ല്, തുടയെല്ല് എന്നിവ ചേരുന്ന സന്ധിയാണ്. ലാസ്റ്റ് വൺ കീലസന്ധിയിൽ എന്താ വരുന്നത്? അച്ചുതണ്ടിന് ചുറ്റും കറങ്ങുന്ന തരത്തിലുള്ള ചലനത്തിനാണ് ഇവിടെ സഹായിക്കുന്നത് അല്ലേ. യെസ്, ഇവിടെ അച്ചുതണ്ടിന് ചുറ്റും കറങ്ങുന്ന തരത്തിലുള്ള ചലനത്തിനാണ് സഹായിക്കുന്നത്. ഓക്കെ ആണല്ലോ ഈ ക്വസ്റ്റ്യൻ. സന്ധികൾ ഏതൊക്കെയുണ്ട്? ഗോളരസന്ധി ഉണ്ട്, വിജാഗിരി സന്ധി ഉണ്ട്, കീലസന്ധി ഉണ്ട്. ഈ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം കേട്ടോ. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, ഈ ചിത്രം നോക്കുക. അസ്ഥിയുടെ ഘടന തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഭാഗങ്ങളൊക്കെ അടയാളപ്പെടുത്താനുണ്ടാവും കേട്ടോ. ഈ ചിത്രം നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇനി നമുക്ക് ഇതിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ABC എന്ന് സൂചിപ്പിച്ച ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞ് അടയാളപ്പെടുത്തണം, എന്നിട്ട് ഈ ഭാഗങ്ങളുടെ ധർമ്മവും എഴുതണം അല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ഓക്കെ, ക്യാപ്സ്യൂൾ ഉണ്ട്, തരുണാസ്ഥി ഉണ്ട്, സൈനോവിയൽ ഫ്ലൂയിഡ്, സൈനോവിയൽ ദ്രവം ഉണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ ധർമ്മങ്ങളും ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, വായിച്ച് നോക്കാം കേട്ടോ. ക്യാപ്സ്യൂൾ എന്താ ചെയ്യുന്നത്? അസ്ഥിസന്ധിയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നുണ്ട്. സൈനോവിയൽ ദ്രവമാണെന്നുണ്ടെങ്കിൽ അസ്ഥികൾക്കിടയിൽ ഒരു സ്നേഹകമായി പ്രവർത്തിക്കുന്നു. തരുണാസ്ഥി ആകുമ്പം അസ്ഥികൾക്കിടയിലുള്ള ഘർഷണം ഒഴിവാക്കുന്നു അല്ലേ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ചിത്രം പകർത്തി വരച്ച് ചുവടെ നൽകിയിരിക്കുന്ന ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞ് പേരെഴുതി അടയാളപ്പെടുത്താനാണ്. സന്ധിയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഭാഗം സൈനോവിയൽ ദ്രവം, സ്രവിക്കുന്ന ഭാഗം അസ്ഥികൾക്കിടയിൽ ഘർഷണം ഒഴിവാക്കാൻ സഹായിക്കുന്ന ഭാഗം. അതാണ് ഇപ്പോൾ നമ്മൾ ഈ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ അത് മറ്റൊരു രീതിയിലാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. യെസ്, അപ്പോൾ നമുക്ക് സെയിം പിക്ചർ തന്നെയാണ്, പക്ഷേ വേറെ രീതിയിലാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചത് അല്ലേ. ഇനി നമുക്കിതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതും സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നോക്കിയ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, അതിൽ കൺഫ്യൂഷനൊന്നുമില്ല. അപ്പോൾ മറ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഇത് വേറെ ക്വസ്റ്റ്യൻ പേപ്പറാണ്, പക്ഷേ കണ്ടില്ലേ, റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, അത് തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. തൊട്ടവാടി ചെടിയിലെ ചില ചലനങ്ങൾ ചുവടെ തന്നിരിക്കുന്നു. അവ വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. നോക്കാം. വേര് ജലത്തിനടുത്തേക്ക് വളരുന്നു. B, കാണ്ഡം പ്രകാശത്തിന് നേരെ വളരുന്നു. C, തൊടുമ്പോൾ ഇലകൾ കൂമ്പുന്നു. A, B എന്നിവ ഏത് തരം സസ്യചലനത്തെ സൂചിപ്പിക്കുന്നു? ഏതൊക്കെയാണ്? പ്രകാശ ട്രോപിക ചലനവും അതുപോലെ തന്നെ ജലട്രോപിക ചലനവുമാണ് അല്ലേ. ഓക്കെ, C സൂചിപ്പിക്കുന്ന തരം ചലനം ഇതിൽ നിന്ന് വ്യത്യസ്തമാണോ? എന്തുകൊണ്ട്? C എന്താണ്? നാസ്തിക ചലനാണല്ലേ. യെസ്, ഉദ്ദീപന ദിശയും ചലനദിശയും തമ്മിൽ ബന്ധമില്ലാത്ത ചലനമാണ് എന്ത്? നാസ്തിക ചലനം. തൊടുമ്പോൾ ഇലകൾ കൂമ്പുന്നു. ഓക്കെ ആണല്ലോ. നമ്മളിപ്പോൾ പറഞ്ഞ പോലുള്ളൊരു ക്വസ്റ്റ്യനാണ് 9ാമത്തെ ക്വസ്റ്റ്യൻ.
തൊട്ടാവാടിച്ചെടി തൊടുമ്പോൾ കൂമ്പുന്നു, അതുപോലെ തന്നെ വള്ളിച്ചെടികൾ താങ്ങി ചുറ്റി വളരുന്നു. ഈ സന്ദർഭങ്ങൾ വിശകലനം ചെയ്തിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതേപോലത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ തൊട്ട് മുന്നേ നോക്കിയത്. ഓക്കെ ആണല്ലോ. തൊട്ടാവാടിച്ചെടിയുടെ ക്വസ്റ്റ്യൻ 2 തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നാസ്തിക ചലനം നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. അതെല്ലാം എങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതും നമ്മൾ പറഞ്ഞു. എന്താണ് ഉദ്ദീപന ദിശയും ചലനദിശയും തമ്മിൽ ബന്ധമില്ല അല്ലേ? യെസ്. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് തന്നിട്ട് എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താ? എ ബി എന്നീ ഭാഗങ്ങൾ ഏതെല്ലാമാണെന്ന് തിരിച്ചറിഞ്ഞ് എഴുതുക. മാർക്ക് ചെയ്യാനുണ്ടാവും. പിന്നെ കോശാംഗം ഏതാണെന്ന്. ഇവിടുത്തെ കോശാംഗം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആൻസർ നോക്കാം. 7ാമത്തെ ആൻസർ നോക്കാം. ഹരിതകണം, ഗ്രാന, സ്ട്രോമ, ലാമല്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 7th ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, ഇവിടെ നോക്കൂ. ഈ ക്വസ്റ്റ്യൻ നോക്കൂ. തന്നിരിക്കുന്ന കോശാംഗം ഏത്? അതുപോലെ തന്നെ സൂചനകളെ അടിസ്ഥാനമാക്കി ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞ് പേരെഴുതി അടയാളപ്പെടുത്താനാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നേരത്തെ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ? ഈ കോശാംഗത്തിലെ ദ്രാവക ഭാഗം ഏതാണെന്നും ഇതിലെ വർണ്ണകങ്ങൾ കാണപ്പെടുന്ന ഭാഗം ഏതാണെന്നാണ് നമ്മളോട് മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ആൻസർ നോക്കാം. സ്ട്രോമയും ഗ്രാനയാണല്ലേ. ഹരിതകമാണ്, പിന്നെ സ്ട്രോമ, ഗ്രാന. മനസ്സിലായല്ലോ? ഹരിതകവും സ്ട്രോമയും ഗ്രാനയും ഓർക്കണേ. അപ്പോൾ കോശാംഗം ഏതാണ്? ഹരിതകമാണ്. കോശാംഗത്തിലെ ദ്രാവക ഭാഗം സ്ട്രോമ. വർണ്ണകം കാണപ്പെടുന്നത് ഗ്രാനയിൽ. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് എന്തിനെ സൂചിപ്പിക്കുന്നു? അത് ഗ്രാനയാണല്ലേ. എക്സിൽ അടങ്ങിയിരിക്കുന്ന ഏതെങ്കിലും 2 സഹായക വർണ്ണങ്ങളുടെ പേരെഴുതാനാണ്. അവിടെ ക്ലോറോഫിൽ ഉണ്ട്, കരോട്ടിൻ ഉണ്ട്, സാന്തോഫിൽ ഉണ്ട് അല്ലേ? അപ്പോൾ അതിലേതെങ്കിലും 2 എഴുതാം. ഇവിടെ ഇതാ നേരത്തെ തൊട്ടാവാടിൻ്റെ ഒരു സെയിം ക്വസ്റ്റ്യൻ മുകളിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്നും ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക. ബി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ അല്ലേ? പ്രകാശഘട്ടം ഗ്രാനയിലാണ് നടക്കുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട ചിത്രീകരണം ഉചിതമായി പൂർത്തിയാക്കുക. ഓക്സിജൻ പുറന്തള്ളുന്ന ഘട്ടം. ഓക്സിജൻ്റെ ഉറവിടം. ആദ്യത്തേത് പ്രകാശഘട്ടമാണ് അല്ലേ? ഓക്സിജൻ്റെ ഉറവിടം ജലം. ഓക്കെ ആണല്ലോ. പ്രകാശഘട്ടവും ജലവുമാണ് കേട്ടോ ആൻസർ. ഇരുപത്തൊന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. ഗ്ലൈക്കോളിസിസും അതുപോലെ തന്നെ ക്രെബ്സ് പരിവൃത്തിയാണ് അല്ലേ? ഓക്കെ, ഇതിൻ്റെ ആൻസർ എന്താ? ഇതാ നോക്കൂ. ഗ്ലൈക്കോളിസിസും അതുപോലെ തന്നെ ക്രെബ്സ് പരിവൃത്തിയാണ്. സ്ഥാനം അതുപോലെ തന്നെ മൈറ്റോകോൺട്രിയയിലാണ് ഗ്ലൈക്കോളിസിസ്. കോശദ്രവ്യം. ഓക്സിജൻ്റെ ആവശ്യമില്ല. ക്രെബ്സിലാവുമ്പോൾ ആവശ്യമുണ്ടല്ലേ? ഓക്കെ, ഈ ടേബിൾ ഒന്ന് പഠിച്ചു വെക്കണേ. ഓക്കെ, ഗ്ലൈക്കോളിസിസും ക്രെബ്സ് സൈക്കിളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളിത് വായിച്ച് നോക്കണം കേട്ടോ. ഓക്കെ ആണല്ലോ. പ്രകാശഘട്ടവും ഇരുണ്ട ഘട്ടവും കൊടുത്തിട്ടുണ്ട്. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ 2 ഘട്ടങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഇതും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ് കേട്ടോ. ഓക്കെ, ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങളിതാ ഈ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും ആക്റ്റീവ് ട്രാൻസ്പോർട്ടും ഒന്ന് പഠിച്ചിരിക്കണം കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങളൊന്ന് വായിച്ച് പോയാൽ മതി. സിമ്പിളാണ് കേട്ടോ. നിങ്ങൾക്ക് പെട്ടെന്ന് ഓർക്കാൻ കഴിയും. ഈ ഭാഗം കൂടി ഒന്ന് നോക്കുക. ഈ 2 പോയിൻറ്റ്സ് പഠിച്ചാൽ മതി. ഇനി നമുക്ക് റെസ്പിറേഷൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. ഉച്ഛ്വാസം തന്നിട്ടുണ്ട്, നിശ്വാസം തന്നിട്ടുണ്ട്. നമ്മൾ ബോക്സിൽ കുറച്ച് പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. ഇനി ഇതിൽ ചേരുന്നത് എടുത്തെഴുതാനാണ്. നോക്കാം. നമുക്കറിയാം ഇവിടെ ഔരസാശയ വ്യാപ്തം കൂടുന്നത് ഉച്ഛ്വാസത്തിലാണ്. അതുപോലെ തന്നെ ഇവിടെ ഡയഫ്രം സങ്കോചിക്കുന്നുണ്ട് അല്ലേ? അടുത്ത 2 പോയിൻ്റ് നിശ്വാസത്തിലും വരും. ഔരസാശയത്തിൻ്റെ മർദ്ദം കൂടുന്നു. ഇൻ്റർകോസ്റ്റൽ പേശികൾ പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു. ഓക്കെ, 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നമുക്കൊരു പ്രസ്താവന തന്നിട്ടുണ്ട്. ഡയഫ്രത്തിൻ്റെയും ഇൻ്റർകോസ്റ്റൽ പേശികളുടെയും സംയോജിത പ്രവർത്തനമാണ് ഔരസാശയത്തിൻ്റെ വ്യാപ്തം കൂട്ടാനും കുറയ്ക്കാനും സഹായിക്കുന്നത്. ഔരസാശയ വ്യാപ്തം കൂടുകയും കുറയുകയും ചെയ്യുന്നത് ശ്വാസോച്ഛ്വാസത്തെ സഹായിക്കുന്നത് എങ്ങനെയെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. 13ൻ്റെ ആൻസർ നോക്കാം. ഔരസാശയ വ്യാപ്തം കൂടുമ്പോൾ
ആ ഒരു സാശയമർദ്ദം അന്തരീക്ഷ മർദ്ദത്തേക്കാൾ കുറയുന്നു, വായു അകത്തേക്ക് പ്രവേശിക്കും അല്ലേ. ആ ഒരു സാശയ വ്യാപ്തം കുറയുമ്പോൾ ആ ഒരു സാശയമർദ്ദം അന്തരീക്ഷ മർദ്ദത്തേക്കാൾ കൂടുന്നു, ആ സമയം വായു പുറന്തള്ളപ്പെടുന്നു. സെറ്റല്ലേ? ഓക്കെ, ഈ ഭാഗത്തു നിന്ന് തന്നെ നമ്മൾ ടൈഡൽ വോളിയം, വൈറ്റൽ കപ്പാസിറ്റി, എംഫിസിമ, ഈ 3 കാര്യങ്ങളും നിങ്ങളൊന്ന് പഠിച്ചിരിക്കണം കേട്ടോ. ഓക്കെ ആണല്ലോ? ഈ പിക്ചർ ഒന്ന് നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് ഇതുപോലെ പിക്ചർ തരും, എന്നിട്ട് അത് ഏതാണെന്ന് ചോദിക്കും. ഉച്ഛ്വാസമാണോ അതുപോലെ നിശ്വാസമാണോ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ വായുവിൻ്റെ ഡയറക്ഷൻ നോക്കിയാൽ മതി കേട്ടോ. ഇതാ ഇവിടെ നിന്ന് പുറത്തേക്കാണ് പോകുന്നത് അല്ലേ. ഉച്ഛ്വാസത്തിൽ, നിശ്വാസത്തിലാണെങ്കിൽ വായു ഉള്ളിലേക്കാണ് വരുന്നത്. അതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. പിന്നീട് നമ്മളോട് ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ വേണ്ടി ചോദിക്കും. അപ്പോൾ അതും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം. അത് അവിടെ കാണിച്ചിട്ടുണ്ട്. ഇൻ്റർകോസ്റ്റൽ പേശിയുണ്ട്, വാരിയലുണ്ട്, ഡയഫ്രം ഉണ്ട്. ഓക്കെ ആണല്ലോ? ഈ 3 ഭാഗം മാത്രമേ ഉള്ളൂ: പേശി, വാരിയൽ, ഡയഫ്രം. ഓക്കെ, പിന്നെ വെന്റിലേഷൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നിങ്ങളോട് റെസ്പിറേഷൻ്റെ ഭാഗത്തു നിന്ന് ചോദിക്കുക. ഓക്കെ, പിക്ചർ തരും, ഉച്ഛ്വാസമാണോ നിശ്വാസമാണോ എന്ന് ചോദിക്കുകയും പിന്നെ നമ്മളോട് ഭാഗങ്ങൾ അടയാളപ്പെടുത്താനും പറയും. പിന്നെ ഈ പ്രവർത്തനം എന്താണെന്നൊന്ന് വിശദീകരിക്കാനും പറയും. ഓക്കെ, നമ്മുടെ പേശിയുടെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതുപോലെ XY കാണിച്ചിട്ട് ഇത് ഏതൊക്കെയാണെന്ന് നമ്മളോട് അടയാളപ്പെടുത്താൻ പറയും. പിന്നീട് എന്താ ചോദിച്ചത്? ഇവയെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. കൈകൾ മടക്കുന്നതിന് ഈ പേശികൾ ഓരോന്നും എപ്രകാരം പ്രവർത്തിക്കുന്നു. ഓക്കെ ആണല്ലോ? അപ്പോൾ പേശിയുടെ ഭാഗവും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി ഞാൻ ക്വസ്റ്റ്യൻസ് കാണിക്കാം. ഇതുപോലെ നമുക്ക് രോഗങ്ങളും ലക്ഷണങ്ങളും തരും കേട്ടോ. അപ്പോൾ അത് ഏത് രോഗങ്ങളും ലക്ഷണങ്ങളാണ് തരിക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചിരിക്കണം. അതുപോലെ വളരെ പ്രധാനപ്പെട്ടൊരു ടോപ്പിക്കാണ് നമ്മളിവിടെ ഗർഭനിരോധന മാർഗ്ഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് അല്ലേ. അപ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. ഇവിടുന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ വാക്സിൻസ് ഒക്കെ എടുക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം എന്താണെന്നുള്ളത്, പിന്നെ അതുപോലെ തന്നെ ഓരോ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ച, ഇത് ജസ്റ്റ് ഒന്ന് വായിക്കണം കേട്ടോ. അതുപോലെ തന്നെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് കേട്ടോ, ഈ ഭാഗവും ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഏതൊക്കെ രോഗങ്ങളുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ വേണം കേട്ടോ നിങ്ങൾക്ക്. HIV, ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഇതുപോലെ നമുക്ക് പേശിയുടെ ചിത്രം തന്നിട്ട് അത് ഏത് പേശിയാണെന്ന് കണ്ടെത്താൻ ചോദിക്കുമായിരിക്കും കേട്ടോ. ഇതൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട് പ്രീവിയസ് ഇയർ. ഈ പിക്ചറും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. അത് ഞാൻ നേരത്തെ ക്വസ്റ്റ്യനിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. മടക്കൽ പേശി, ഡണ്ടൈന്, അതുപോലെ തന്നെ നിവർത്തൽ പേശി, അസ്ഥികൾ, ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇത് വില്ലസ് ആണ്, നിങ്ങൾക്ക് അറിയായിരിക്കും. ചെറുകുടലിലാണ് കാണപ്പെടുന്നത്. നമ്മുടെ ആഹാരത്തിൻ്റെ ആഗിരണം നടക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് അല്ലേ. അപ്പോൾ ഈ ചിത്രം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇതിൻ്റെ ഭാഗങ്ങളും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. പ്ലാസ്മ പ്രോട്ടീൻസ്, ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ബ്ലഡ്, പ്ലാസ്മയുണ്ട്, രക്തകോശങ്ങളുണ്ടല്ലേ. ഓക്കെ, ഈ പിക്ചേഴ്സ് ഇങ്ങനെ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇത് ഓർമ്മ ഉണ്ടാവണം എക്സാം ഹാളിൽ എത്തുമ്പോൾ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരൊറ്റ തവണ നിങ്ങളിത് ഒക്കെ ഒന്ന് നോക്കിയാൽ മതി. നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. എക്സാമൊക്കെ സിമ്പിളായിരിക്കും. നമുക്ക് ഒരടുത്ത ടോപ്പിക്കും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി. ഇത് നമ്മുടെ BP അളക്കുന്ന ഉപകരണമാണല്ലേ. സിഗ്മോ മാനോമീറ്റർ ഉണ്ട്, അതുപോലെ തന്നെ ഡിജിറ്റൽ BP അപ്പാരറ്റസും ഉണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സിസ്റ്റമിക് പര്യനും അതുപോലെ തന്നെ പൾമണറി പര്യനും. ഇത് ചിലപ്പോൾ നമുക്ക് ഫില്ല് ചെയ്യാനായിരിക്കും. ഒരു 2 പോയിൻ്റ് അവർ തരും, ഇല്ലെങ്കിൽ എന്നിട്ട് മൂന്നാമത്തത് നമ്മളോട് ഫില്ല് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ ഒരെണ്ണം മാത്രം തന്നിട്ട് ഇത് ഏതാണെന്ന് ചോദിക്കുമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊന്ന് വായിച്ച് നോക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ ഈ ഹീമോഡയാലിസിസ് ഒക്കെ. ഈ നമ്മുടെ രോഗങ്ങൾ തരും, ലക്ഷണങ്ങൾ തരും, അത് ഏതാണ് രോഗം എന്നുള്ളത് നമ്മളോട് മനസ്സിലാക്കാൻ വേണ്ടി പറയും അല്ലേ. യെസ്, അപ്പോൾ നമുക്ക് ഓരോന്ന് അവിടെ പോയിൻറ്റ്സ് ഇങ്ങനെ എഴുതി വെക്കും. എന്നിട്ട് നമ്മൾ ഈ പേഷ്യൻറ്റിന് ഏത് രോഗമാണ് ഉള്ളതെന്ന് നമ്മളോട് പറയും. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം അല്ലേ. മഞ്ഞപ്പിത്തമാണോ, പ്രമേഹമാണോ, വൃക്കയിൽ കല്ലാണോ, എന്താണെന്നുള്ളത് നമ്മൾ എഴുതി കൊടുക്കണം. ഓക്കെ, ഹീമോഡയാലിസിസ് ഒക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം കേട്ടോ. നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളെ
വൃക്കകളൊക്കെ തകരാറിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് അവർക്ക് ഈ രക്തത്തിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ഈ ഹീമോഡയാലിസിസ്. ഓക്കെ, അവർക്ക് നാച്ചുറലി അവരുടെ രക്തം ഫിൽട്ടർ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ കുറച്ച് എയ്ഡ്സ് വെച്ചിട്ട് കുറച്ച് ഉപകരണങ്ങളൊക്കെ വെച്ചിട്ട് അത് ചെയ്തു കൊടുക്കും. അതാണ് ഹീമോഡയാലിസിസ്. ഓക്കെ, ഈ പോയിൻ്റോട് കൂടി നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും ആക്റ്റീവ് ട്രാൻസ്പോർട്ടും കൂടി നിങ്ങൾ ഒന്ന് വായിച്ച് നോക്കണം കേട്ടോ. ഇത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബയോളജിയുടെ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ.